ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നിങ്ങൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഷവോമിയുടെ മിഷിയ 130 ഡിഗ്രി എന്ന സ്മാർട്ട് IP ക്യാമറയാണ്. എന്താണ് IP ക്യാമറ കൊണ്ടുള്ള ഗുണം എന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങളും കുടുംബവും ദൂരയാത്ര പോകുമ്പോഴോ മറ്റോ നിങ്ങളുടെ വീടും പരിസരവും അത് രാത്രിയായാൽ പോലും നമുക്ക് നിരീക്ഷണ വിധേയമാക്കാൻ ഇത്തരം വൈഫൈ ക്യാമറകൾ ഉപയോഗിക്കാം. ചൈന ഓൺലൈൻ സ്റ്റോറേജായ banggood.com നിന്നുമാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. അവിടെ ഏകദേശം 3000 രൂപയാണ് ഇതിന് വില വരുന്നത്. ഇന്ത്യൻ സ്റ്റോറുകളിൽ ഒന്നും ലഭ്യമായി കണ്ടില്ല. eBay പോലുള്ള ചില സൈറ്റുകളിൽ തേർഡ് പാർട്ടികൾ ഇത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിലും ഏകദേശം റേറ്റ് 500 രൂപ 600 രൂപ കൂടുതലാണ്. നമുക്ക് 15 ദിവസം കൊണ്ട്, അതായത് ചൈന സൈറ്റുകളിൽ ഓർഡർ ചെയ്താൽ മിനിമം 15 ദിവസത്തിനുള്ളിലാണ് നമ്മുടെ വീട്ടിൽ പ്രൊഡക്റ്റുകൾ എത്തുക. നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും എങ്ങനെ ഉപയോഗിക്കാമെന്നും തുടർന്നുള്ള വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് പരിചയപ്പെടാം. 130 ഡിഗ്രി വൈഡ് ആംഗിൾ ലെൻസുള്ള ഷവോമി മിഷിയ ഒരു ഫുൾ HD ക്യാമറ കൂടിയാണ്. 10 മീറ്റർ വരെ രാത്രികാല ദൃശ്യങ്ങൾ പകർത്താൻ കഴിവുള്ള ഇത് ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ടോട് കൂടിയതാണ്. ഇതിലൂടെ റെക്കോർഡ് ചെയ്യപ്പെടുന്ന വീഡിയോകളും ഫോട്ടോകളും സൂക്ഷിക്കാൻ 64 GB വരെയുള്ള SD കാർഡ് സപ്പോർട്ടും മിഷ്യക്കുണ്ട്. ബാക്ക് ലൈറ്റ് കുറവുള്ളപ്പോഴും ക്ലിയർ ആയിരിക്കാൻ വൈഡ് ഡൈനാമിക് റേഞ്ച് അഥവാ WDR-ഉം ഹൈറജിക്കൽ ഡിറ്റക്ഷൻ, 2-way ടോക്ക് തുടങ്ങിയവയും ഷവോമി മിഷിയയുടെ പ്രത്യേകതയാണ്. പാക്കേജിനൊപ്പം ലഭ്യമായ പവർ അഡാപ്റ്റർ കണക്ട് ചെയ്ത് MI ഹോം എന്ന ആപ്ലിക്കേഷൻ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ അക്കൗണ്ട് ഉണ്ടാക്കി ലഭിക്കുന്ന QR കോഡ് ക്യാമറയ്ക്ക് മുന്നിൽ കാണിച്ച് ഡിവൈസുമായി പെയർ ചെയ്ത് വൈഫൈ കണക്ട് ചെയ്താണ് ഡിവൈസ് ഉപയോഗിക്കേണ്ടത്. വൈഫൈ കണക്ഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ സൈഡിലുള്ള റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് വീണ്ടും പെയർ ചെയ്യണം. ആപ്പിൽ കാണുന്ന QR കോഡ് ക്യാമറയ്ക്ക് മുന്നിൽ കാണിച്ചാണ് ആപ്പും ഡിവൈസും തമ്മിൽ പെയർ ചെയ്യുന്നത്. പെയർ ആകുമ്പോൾ LED-യുടെ നിറം ബ്ലൂ ആകുന്നു. തുടർന്ന് ആപ്പിൽ ഡിവൈസ് നെയിം സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്യാമറയിലെ ദൃശ്യങ്ങൾ അതിലൂടെ കാണാനാകും. 3G എങ്കിലും നെറ്റ് സ്പീഡ് മൊബൈലിൽ ഉണ്ടെങ്കിലേ ക്വാളിറ്റിയിൽ വീഡിയോ കാണാനാകും. അപ്ലോഡ് സ്പീഡുള്ള ഇന്റർനെറ്റ് കണക്ഷൻ ആയിരിക്കണം വൈഫൈ മുഖേന ഡിവൈസിൽ കണക്ട് ചെയ്യേണ്ടത്. രാത്രി വെളിച്ചമില്ലാത്ത അവസ്ഥയിലും നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഇതിലൂടെ ദൃശ്യങ്ങൾ കാണാനാകുന്നുണ്ട്. ഇത് ഉപയോഗിക്കുമ്പോൾ തോന്നിയ ഒരു എറർ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നു. MI ഹോം ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ രാജ്യം യുണൈറ്റഡ് കിങ്ഡം ആണ് ഇത് ഉപയോഗിക്കുന്ന ഇന്ത്യക്കാർ നൽകേണ്ടത്. ഇന്ത്യ എന്ന് നൽകിയാൽ ആപ്ലിക്കേഷൻ ഡിവൈസുമായി കണക്ട് ആകുന്നില്ല എന്ന ഒരു എറർ ഉണ്ട്. കുറഞ്ഞ ചിലവിൽ ഒരു ഹോം മോണിറ്ററിംഗ് സിസ്റ്റം ആഗ്രഹിക്കുന്നവർക്ക് ഷവോമി മിഷിയ ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. മറ്റൊരു അറിവുമായി നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. സ്നേഹപൂർവ്വം, ഞാൻ രതീഷ് ആർ മേനോൻ. എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന പ്രിയ കൂട്ടുകാരറിയാൻ ചില കാര്യങ്ങൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് മൊബൈലിലൂടെ അറിയാൻ കഴിയും. അതിനായി ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ചുവന്ന ലെറ്ററിൽ അമർത്തിയ ശേഷം ബെല്ലിൻ്റെ ചിഹ്നത്തിലും അമർത്തുക. വീഡിയോയുടെ തലക്കെട്ട് എഴുതിയിരിക്കുന്നതിന് നേരെയുള്ള ആരോയിൽ അമർത്തിയാൽ ആ വീഡിയോയിലെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇതുപോലെ കാണാൻ സാധിക്കും. തൊട്ടു താഴെ വലത്തോട്ടുള്ള ഒരു ആരോ സിമ്പിൾ കാണാം. അതമർത്തിയാൽ ഫേസ്ബുക്ക്, വാട്സാപ്പ് തുടങ്ങിയവയുടെ ഐക്കൺ കാണാം. ഫേസ്ബുക്ക് ഐക്കൺ സെലക്ട് ചെയ്താൽ നമുക്ക് ഒരു ബോക്സ് കാണാനാവും. ആ ബോക്സിൽ പോസ്റ്റ് എന്നത് അമർത്തിയാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്ക് അത് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ വാട്സാപ്പിലും ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യാം. ഉപകാരപ്രദമല്ല എന്ന് തോന്നിയാൽ മടിക്കാതെ അൺലൈക്കും അടിക്കുക. സ്നേഹപൂർവ്വം, ഞാൻ രതീഷ് ശർമ്മ.